Hello guys and welcome back to Best Car Picks. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽ വന്നിട്ടുള്ള സബ് 4 മീറ്റർ കോമ്പാക്ട് എസ്യുവിസിനെ പറ്റിയാണ്. ആൻഡ് ഇവിടെ നമുക്കറിയാം ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. 12 വാഹനങ്ങളാണ് ഈ ഒരു ലിസ്റ്റിൽ വരുന്നത്. ആൻഡ് 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ റെനോ കൈഗറാണ്. ആൻഡ് നമ്മൾ മെയിനായിട്ട് 3.8 to 4 മീറ്റേഴ്സിന് ഇടയിൽ ലെങ്ത്തുള്ള എസ്യുവിസിനാണ് കൂട്ടിയിരിക്കുന്നത്. അതിന് താഴത്തുള്ളത് എസ്യുവിസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് തന്നെ ഇതിൻ്റെ അകത്തുള്ളതൊന്നും എസ്യുവിസ് അല്ല. എനിവേ പോട്ടെ, നമുക്കിപ്പം കൈഗറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം 1053 വാഹനങ്ങൾ സെയിലാണ് ഇതിന് ലഭിച്ചത്. പക്ഷേ അതേസമയം സെപ്റ്റംബർ 2024, അതായത് മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുമ്പം 988 സെയിൽസ് ആ സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 65 വണ്ടികളുടെ വ്യത്യാസമുണ്ട്. 6.58% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ മന്ത് ഓൺ മന്തിൽ എടുക്കുമ്പം കൈഗറിന് അത്യാവശ്യം ചെറിയൊരു ഗ്രോത്ത് വന്നതായിട്ട് പറയാം. ഈ വണ്ടി ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നുള്ളൂ. സാധാരണ ഈ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കാറുള്ളത് വേറൊരു വണ്ടിയാണ്. അതാണ് ഇപ്പം 11th പൊസിഷനിൽ നിൽക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മാരുതി സുസുക്കിയുടെ ജിംനിയാണ്. ജിംനി ഇറങ്ങിയ കാലത്തൊക്കെ, അതായത് സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായിരുന്നു, 3000-4000 ഒക്കെ വെച്ച്. പക്ഷേ അതൊക്കെ പതുക്കെ ഇങ്ങനെ താഴ്ന്ന് വരാൻ തുടങ്ങി. ഒരു കാലത്ത് 200-300 വരെയൊക്കെ ഇതിൻ്റെ സെയിൽ പോയായിരുന്നു. ചില സമയത്ത് 700 ആ റേഞ്ച് വരെയൊക്കെ കയറിയായിരുന്നു. പക്ഷേ എന്തായാലും കഴിഞ്ഞ മാസം അത്യാവശ്യം നന്നായിട്ട് കയറി. 1211 വാഹനങ്ങൾ സെയിലാണ് ഇതിന് ലഭിച്ചത്. അത് നമ്മൾ സെപ്റ്റംബർ മാസത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 599 വാഹനങ്ങൾ സെയിൽ മാത്രമേ കഴിഞ്ഞതിന് മുന്നത്തെ മാസം തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 612 വാഹനങ്ങളുടെ വ്യത്യാസവും 102.17% ഗ്രോത്ത് റേറ്റും ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ജിംനി തന്നെയാണ്. ഇത് ഇനീഷ്യലി ഇറക്കിയപ്പോൾ ഭയങ്കര വിലയായിരുന്നു. ഇപ്പോൾ പക്ഷേ ഒരു ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്ത് പ്രൈസ് അത്യാവശ്യം കുറച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് വാങ്ങുന്നത്. ഇനി അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ട്രൈസർ എന്ന് പറഞ്ഞ വളരെ ചെറിയ പേരുള്ള വണ്ടിയാണ്. അതിപ്പം ഇതിന് മാത്രമല്ല, ടൊയോട്ടയുടെ എല്ലാ എസ്യുവിസിനും, അവരുടെ സ്വന്തം എസ്യുവിസ് ഒഴികെ ബാക്കി എല്ലാത്തിനും ഭയങ്കര വലിയ പേരുകളാണ്. അതായത് അർബൻ ക്രൂസർ ഹൈറൈഡർ, അർബൻ ക്രൂസർ ട്രൈസർ. എനിവേ, ഇതിന് കഴിഞ്ഞ മാസം 3092 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ 2278 വാഹനങ്ങൾ സെയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 814 വാഹനങ്ങളുടെ വ്യത്യാസവും 35.73% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് തന്നെയാണ്. നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ടൊയോട്ടയുടെ ട്രൈസർ. ഇത് പിന്നെ ടൊയോട്ടയുടെ സ്വന്തം വണ്ടി അല്ലാത്തതുകൊണ്ട് ഗ്രോത്ത് റേറ്റ് എന്നൊക്കെ പറഞ്ഞാലും ഡിമാൻഡ് അനുസരിച്ച് വരുന്ന വ്യത്യാസമല്ല, അത് അവർ പ്രൊഡക്ഷനിൽ വരുത്തുന്ന വ്യത്യാസമാണ്. ഇത് സുസുക്കിയാണ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഏതായാലും 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ നിസാൻ്റെ മാഗ്നൈറ്റ് ആണ്. മാഗ്നൈറ്റ് അത്യാവശ്യം നന്നായിട്ട് ഇപ്പം ഒത്തിരി കൂടെ മുകളിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട്. കുറേ കാലം 2000-ന് താഴെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നതോടുകൂടി കഴിഞ്ഞ മാസം 3119 വാഹനങ്ങൾ സെയിൽ ലഭിച്ചിട്ടുണ്ട്. അത് ഗംഭീര സെയിലാണെന്നല്ല, പക്ഷെ എന്നാൽ പോലും ഈ വാഹനത്തിൻ്റെ നേരത്തെ അവസ്ഥ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ്. സെപ്റ്റംബർ മാസത്തിൽ 2100 വാഹനങ്ങൾ സെയിലായിരുന്നു ഇതിന് ലഭിച്ചത്. അതായത് 1019 വാഹനങ്ങളുടെ വ്യത്യാസവും 48.52% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി കൂടിയാണ് നിസാൻ്റെ മാഗ്നൈറ്റ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞു വരുമ്പം വളരെ മിനിമലായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ അവർ വരുത്തിയിട്ടുള്ളൂ. പക്ഷേ വരുത്തിയ ചേഞ്ചസ് നല്ലതായതുകൊണ്ട് ആൾക്കാർ പിന്നെയും ഈ വണ്ടി ആക്സെപ്റ്റ് ചെയ്തു. ഇനീഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത് വലിയൊരു സക്സസ് ആയിരുന്നു ഈ വാഹനം. ഇപ്പോൾ പിന്നെയും ഇടയ്ക്കുന്ന സെയിൽസ് താഴേക്ക് വീണാണ്. പക്ഷേ ഫേസ് ലിഫ്റ്റോടുകൂടി അത് അഡ്ജസ്റ്റ് ആയി പൊക്കോളും. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ എക്സ്റ്റർ ആണ്. എക്സ്റ്ററിൻ്റെ കേസ്, സെയിൽസിൻ്റെ കേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് സെയിൽസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇറങ്ങിയ കാലം തൊട്ട് ഏകദേശം ഒരു 7000 വണ്ടികളുടെ മാർക്കിലാണ് സെയിൽസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ മാസം 7727 വാഹനങ്ങൾ സെയിലാണ് ഇതിന് വന്നത്. സെപ്റ്റംബർ മാസത്തിൽ 6908 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 219 വാഹനങ്ങളുടെ വ്യത്യാസം 3.17% ഗ്രോത്ത് റേറ്റും. അതിനകത്ത് ഗ്രോത്ത് റേറ്റ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ് എന്ന് തന്നെ പറയാം. 7000-നടുത്തൊക്കെ ആയിട്ട്. പഞ്ച് ടാറ്റ ഇറക്കിയ സമയത്ത് ഒരു വലിയ സക്സസ് ആയിരുന്നു. ഇതെന്തായാലും അത്രയും സക്സസ് ആവാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഗ്രാൻഡ് ഐറ്റം നിയോസിൻ്റെ സെയിൽസ് കുറച്ച് കാനബിലൈസ് ചെയ്യുന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല പഞ്ചെടുക്കാൻ പോകുന്ന ആൾക്കാർ ഇത് എടുക്കുന്നുണ്ടെന്ന്. ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ XUV3X ആണ്. കുറേ കാലത്തെ ഈ 9000 എന്ന് പറയുന്ന സെയിലിൻ്റെ ഒരു പരിപാടി വിട്ടിട്ട് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു നമ്പറിലേക്ക് XUV3Xയുടെ സെയിൽ പോയിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ 9000 വണ്ടികളുടെ സെയിലായിരുന്നു. അതിന് മുന്നേ ഓഗസ്റ്റ് മാസത്തിലും 9000 വണ്ടികളുടെ സെയിലായിരുന്നു. കഴിഞ്ഞ മാസം ഒക്ടോബറിൽ എന്തായാലും വ്യത്യാസമുണ്ട്. നമുക്ക് 9562 വാഹനങ്ങളുടെ സെയിൽസ് വന്നിട്ടുണ്ട്. 562 വാഹനങ്ങളുടെ വ്യത്യാസവും 6.24% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇവർ ഇനീഷ്യലി ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വെച്ചിരുന്ന 9000 വണ്ടികളാണ്. അത് കറക്റ്റ് അത്രയും തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ കറക്റ്റ് ഇങ്ങനത്തെ ഒരു സെയിൽസ് വരുന്നത്. ആക്ച്വലി ഇത് സെയിൽസ് അല്ല, നമ്മുടെ ഫാക്ടറിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ്സിൻ്റെ നമ്പറാണ് ഞാനിപ്പോൾ ഈ വീഡിയോസില്ല. നമ്മൾ സെയിൽസ് വീഡിയോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന എല്ലാത്തിലും അത് തന്നെയാണ് കവർ ചെയ്യുന്നത്. റീറ്റെയിൽ സെയിൽസും കിട്ടും, പക്ഷെ അത് കമ്പനി വൈസാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടുന്നത്. ഓരോ വണ്ടികളുടെ ബേസിൽ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്.
എന്തായാലും ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ കിയയുടെ സോണറ്റ് ആണ്. സോണറ്റിന് കഴിഞ്ഞ മാസം 9699 വാഹനങ്ങൾ സെയിൽസാണ് ലഭിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ 10335 വാഹനങ്ങൾ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. അതായത് 636 വണ്ടികളുടെ വ്യത്യാസവും 6.15% ഡീ ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ 12 വണ്ടികളുള്ള ലിസ്റ്റിൽ ആകെപ്പാടെ ഒരേ ഒരു വണ്ടിക്ക് മാത്രമേ ഡീ ഗ്രോത്ത് വന്നിട്ടുള്ളൂ. ആ വണ്ടി ഇതാണ്. അതും ഭയങ്കര വലിയ ഡീ ഗ്രോത്ത് വന്നൊന്നും പറയാൻ പറ്റില്ല. നേരത്തെ 10,000 റേഞ്ചിൽ നിന്ന് ഇപ്പം 9,000 റേഞ്ചിലേക്ക് താഴ്ന്നിട്ടുണ്ട് എന്ന് പറയാം. 600-നടുത്ത് വണ്ടികളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇത്രയും ഗ്രോത്ത് മന്തിൽ ബാക്കി വണ്ടികൾക്ക് വന്ന സ്ഥിതിക്ക് ഇതിന് മാത്രം ഡീ ഗ്രോത്ത് വന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ പ്രശ്നമാണല്ലോ. അതങ്ങനെ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സോണറ്റിൻ്റെ തന്നെ സ്വന്തം സഹോദരനാണ്, ഹ്യുണ്ടായുടെ വെന്യൂ. വെന്യൂവിന് കഴിഞ്ഞ മാസം 10,901 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ 10,259 വാഹനങ്ങൾ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. ഇതിൻ്റെയും സെയിൽ കൂടിയിട്ടേ ഉള്ളൂ. 642 വാഹനങ്ങളുടെ വ്യത്യാസം, അതുപോലെ 6.62% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. സെൽട്ടോസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഏകദേശം സെയിൽ കുറഞ്ഞ് അത്രയും തന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് കണക്കിൽ സെയിൽ കൂടിയിട്ടുണ്ട്. സോ നല്ല കാര്യമാണ്. ഇനി അടുത്തതായി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ നെക്സോൺ ആണ്. നെക്സോൺ EV, നെക്സോൺ CNG, നെക്സോൺ ഡീസൽ, നെക്സോൺ പെട്രോൾ എല്ലാ സാധനത്തിനകത്ത് കൂടും. എന്തായാലും ഇതിന് കഴിഞ്ഞ മാസം 14,759 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. നമ്മൾ മന്തിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നെക്സോണിൻ്റെ സെയിൽ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. കാരണം സെപ്റ്റംബർ മാസത്തിൽ 11,470 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 3,289 വാഹനങ്ങളുടെ വ്യത്യാസവും 28.67% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ പഞ്ചിൻ്റെ സെയിൽസ് ഇടയ്ക്ക് വെച്ച് വല്ലാതെ ഇങ്ങോട്ട് മുകളിലേക്ക് പോയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നെക്സോണിൻ്റെ സെയിൽ നമുക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി താഴേക്ക് വീഴുന്നതായിട്ട് കാണാൻ പറ്റി. അതായത് ഒരു 12,000 13,000 ആ റേഞ്ചിലേക്കൊക്കെ. പക്ഷേ ഇപ്പം എന്തായാലും പഞ്ചിൻ നെക്സോൺ ഏകദേശം ഒരേ ലെവലിൽ നിർത്തിക്കൊണ്ട് ടാറ്റ സെയിൽ അത്യാവശ്യം പഞ്ചിനെ നേരെ മുകളിലേക്ക് കയറ്റിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ പഞ്ചാണ്. പഞ്ചിന് കഴിഞ്ഞ മാസം 15,740 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ 13,711 വാഹനങ്ങൾ സെയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സെപ്റ്റംബറിൽ പഞ്ചിനും സെയിൽ കുറവായിരുന്നു. 2,029 വാഹനങ്ങളുടെ വ്യത്യാസവും 14.8% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇതും പിന്നെ ഇലക്ട്രിക്കും CNGയും പെട്രോളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ മൾട്ടിപ്പിൾ പവർ ട്രെയിൻ ഓപ്ഷൻസ് കൊണ്ട് നല്ല രീതിയിൽ സെയിൽസ് പിടിച്ചു പോകുന്നൊരു വണ്ടിയായിരുന്നു. പക്ഷേ കുറച്ച് കാലം മുന്നേ വരെ 18,000 19,000 ഒക്കെ വിറ്റുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു ഇത്തിരി താഴേക്ക് വീണ് നമ്മുടെ ഒരു 15,000 16,000 ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മാത്രം. നോക്കാം, ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇനിയും സെയിലിൽ തന്നെ പിടിച്ച് കയറുമായിരിക്കും. കാരണം അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള വണ്ടിയാണ്. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിന് കഴിഞ്ഞ മാസം 16,419 വാഹനങ്ങളുടെ സെയിലും അതുപോലെ സെപ്റ്റംബർ മാസത്തിൽ 13,784 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 2,635 വാഹനങ്ങളുടെ വ്യത്യാസവും 19.12% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഫ്രോങ്സിൻ്റെ കേസിൽ. പിന്നെ ഇതിപ്പം മിക്ക മാസങ്ങളിലും ബലിനൊക്കെ കൂടുതൽ സെയിൽ ഫ്രോങ്സിനാണ് വരാറുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 16,565 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ 15,322 വാഹനങ്ങൾ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. അതായത് 1,243 വാഹനങ്ങളുടെ വ്യത്യാസവും 8.11% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കുറേ കാലമായിട്ട് ഏകദേശം ഈ റേഞ്ചിൽ തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. ഇടയ്ക്കൊന്ന് താഴേക്ക് വീണായിരുന്നു, പക്ഷെ പിന്നെ 15,000 മുകളിൽ വന്ന് സ്റ്റേബിളായി. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ സബ് 4 മീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.